ആർക്കും ഒക്കെ ധാരണയുണ്ട് ഈ ചർച്ച് ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ സർക്കാരാണ് പിന്നെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ദേവസ്വം ബോർഡ് പോലൊരു സംഗതിയാവും. പിന്നെ അങ്ങനെ ഒരു ധാരണ എവിടെയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യമാണല്ലോ. പിന്നെ ഈ കോടതി വിധിയൊക്കെ മാറ്റുമല്ലോ, നമുക്ക് പിന്നെ സർക്കാരിനെ സ്വാധീനിച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേര്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഓർത്തഡോക്സുകാരെല്ലാതിനും മുമ്പിലുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ക്രൈസ്തവരെല്ലാം അതിൽ നിന്ന് വിട്ടുനിന്നു. അതല്ല, കത്തോലിക്ക സഭ പറഞ്ഞു അവരുമായിട്ട് അടുപ്പമൊക്കെ ഉള്ള സഭയാണല്ലോ. അപ്പൊ അവർ പറഞ്ഞത് ഈ പണി എന്താണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള കൂട്ടുകെട്ടും എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് അതുപോലെ ആ കാര്യത്തിൽ വേറെ ആരൊക്കെ ഇടപെട്ടു. ഇപ്പൊ പിന്നെ കുറച്ച് ബോധമില്ലാത്ത ആൾക്കാർ മാത്രമേ ഇതൊരു ഒരു ഒരു ഇളക്കൽ പ്രസ്ഥാനമായിട്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിപ്പോ എനിക്ക് തോന്നുന്നു അതിന് സർക്കാരും പരിഗണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവർ മുഴുവൻ കണക്കിക്കൊണ്ട് അതുപോലെ ഒരു നിലപാടിലേക്ക് വരാനായിട്ട് ഗവൺമെന്റും അത് രണ്ട് UDF LDF ആണെങ്കിലും തയ്യാറാവുകയില്ല. അപ്പൊ അതിന് വലിയ ഇഫക്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല. അത് ചില മനുഷ്യരുടെ ധാരണപ്പശ കൊണ്ടുണ്ടായ ഒരു വിഷയവും അതിനു വേണ്ടി വിവരമില്ലാത്ത എന്ന് പറയുന്നത് ചിലപ്പോൾ ഇല്ലെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ മുമ്പിലിറങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അതിന് ഒരു സ്വാധീനവും ഇല്ല, ഒട്ടും നടക്കാൻ പോകുന്ന കാര്യം.